ഹേ പി എസ് സി ആസ്പിറൻസ്, ഇന്നൊരു സിക്ക് ഡേ സ്റ്റഡി വ്ളോഗാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല കഴുത്തുവേദനയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പഠിത്തമൊന്നും നടന്നിട്ടില്ല 2 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാം. വ്ളോഗ് എടുക്കുന്ന ദിവസം ഞാൻ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാറുണ്ട്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഒരു ബോക്സ് എന്തിനാണ് ഈ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചതെന്ന്. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ടേബിളിന് കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഈ കഴുത്തുവേദന വെച്ചിട്ട് ഞാനിങ്ങനെ മണങ്ങുമ്പോൾ നന്നായിട്ട് പെയിൻ കൂടുന്നുണ്ട്. ഈ വേദന വരാനുള്ള റീസൺ തന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ടേബിളിലിരുന്ന് പഠിക്കുകയാണല്ലോ. പഠിക്കുന്നുണ്ടെങ്കിൽ അധിക ടൈം ഞാൻ ഈ ടേബിളിൽ തന്നെയാണ് ഇരിക്കാറ്. എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിച്ചാൽ അത്രയ്ക്കൊരു കോൺസെൻട്രേഷനോ ഒരു ഇത് കിട്ടാറില്ല. അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കണം, എന്നാലേ ആ പഠിക്കുന്ന ആ ഒരു മൂഡും വൈബും ഒക്കെ സെറ്റ് ആക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ അവനാണ് പറഞ്ഞത്, ഇതെടുത്ത് വെച്ചാൽ അധികം കുനിയേണ്ടി വരില്ല, നമ്മൾ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും കഴുത്ത്. അങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചത്. കഴിഞ്ഞ 2 ദിവസം കാര്യമായിട്ടൊന്നും പഠിക്കാത്തത് കൊണ്ടും ഇന്ന് മോർണിംഗ് എണീക്കാനും ലേറ്റായി. അതുകൊണ്ട് തന്നെ പഠിക്കാൻ തുടങ്ങാൻ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ നല്ല മടിയുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയല്ലോ ഞാൻ എൻ്റെ മനസ്സിനെ കൺവിൻസ് ചെയ്ത് ഞാൻ വിചാരിച്ചത് PYQ മാത്രം നോക്കാം. ജസ്റ്റ് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം GK പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ഉണ്ടാവില്ല. ബാക്കി മാത്സ് ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പം എനിക്ക് കുറച്ച് എനർജി വേണം അതൊക്കെ പഠിക്കാൻ. ഇന്ന് അതുകൊണ്ട് PYQ മാത്രം നോക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് കുറച്ചധികം ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ബോഡിയിൽ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് പഠിക്കുന്ന കാര്യം അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് എണീക്കാൻ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒന്നും രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കുക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചവരെയുള്ള ആ ഒരു സമയം, അധിക സമയമൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന്. അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ബുക്ക് സ്റ്റാൻഡെന്നോ അല്ലെങ്കിൽ റീഡിങ് സ്റ്റാൻഡെന്നോ അങ്ങനെ എന്തെങ്കിലും പറയും. കറക്റ്റ് എനിക്ക് പേരറിയില്ല ഗൈസ്. ഇതെന്തിനാ യൂസ് ആക്കുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് ടേബിളിൽ ഇങ്ങനെ ബുക്കിനെ കിടത്തിയിട്ടല്ലേ വായിക്കുന്നത്. ഇതിന് നേരെ നിർത്തിക്കാൻ വേണ്ടിയിട്ട്, ബുക്കിനെ നേരെ നിർത്തിക്കാൻ, അതായത് നമുക്ക് മടങ്ങി നോക്കേണ്ട വരില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു കമ്പിയുണ്ട്. നമ്മുടെ ഈ ഫോണൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ 2 കൈയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മുന്നിലത്തെ ക്ലിപ്പ് വരച്ചിട്ട് നമ്മുടെ ബുക്ക് അവിടെ വെക്കണം. എന്നിട്ട് ഈ കൈ കൊണ്ട് ബുക്കിനെ പിടിപ്പിക്കണം. എൻ്റെ കഴുത്ത് വേദനയ്ക്ക് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അതായത് നമുക്ക് ബുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അധികം കഴുത്തിങ്ങനെ വളച്ച് മണങ്ങി താഴേക്ക് നോക്കേണ്ട വരില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാമല്ലോ. പിന്നെ എല്ലാവരുടെയും ASMൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് 2nd സ്റ്റേജാണ്. അപ്പോൾ August 9 എക്സാം വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇനി ഒരു 29, 30 അല്ലെങ്കിൽ 29 ഡേയ്സാണ് ഇനിയുള്ളത്. അപ്പം ഞാനൊരു ക്വിക്ക് റിവിഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സിലബസ് ടോപ്പിക്കൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് Day 1, Day 2, Day 3 ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ നോക്കിക്കോളൂ കേട്ടോ. ഒരു 25 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യണമെങ്കിൽ 2 ദിവസം ഉള്ളത് 1 ദിവസം കൊണ്ട് തന്നെ നിങ്ങളത് കവർ ചെയ്യേണ്ടി വരും. ടൈം ടേബിൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, Day 1 മാത്സ് ടോപ്പിക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, മലയാളം PYQ മാത്രം നോക്കുക. 2025 ജനുവരിയിലെ കറണ്ട് അഫെയർസ്, PYQ കേരള ഹിസ്റ്ററിയിലെ PYQ മാത്രം നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. ടോപ്പിക്കും കൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യാം. മാക്സിമം ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ജസ്റ്റ് ഒരു ഓടിച്ചൊരു നോട്ടം എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ 1 വീക്കൊക്കെ പഠിക്കാൻ സ്റ്റഡി ലീവൊക്കെ തന്നാലും നമ്മൾ ലാസ്റ്റ് ഒരു ദിവസം കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാറില്ലേ? അതേപോലെ കുറേ ടൈം കിട്ടുന്നതിനേക്കാളും ചെറിയ സമയം കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത്ര കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ ടൈം ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.